ഹലോ. ഹലോ, ഡോക്ടർ റോയി, വരൂ, അകത്തേക്ക് ഇരിക്കാം. ഡോക്ടർ റോയിയെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ആനിമോള് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫാദർ തയ്യലിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഫാദറും കൂടെ എൻ്റെ കൂടെ വരുമായിരുന്നു. കാരണവസ്ഥാനത്ത് എനിക്ക് മറ്റാരും ഇല്ലെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. അറിയാം. അളിയം മരിച്ച് പെങ്ങള് കിടപ്പായ പിന്നെ ആനിമോള് വളർത്തിയത് ഞാനാ. അവക്ക് നല്ലത് വരാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഞങ്ങള് കുരിശിങ്ക തറവാട്ടുകാർക്ക് വേണ്ടതിലധികം പണവും പ്രതാപവും ഉണ്ടെങ്കിലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പഴഞ്ചന്മാരാ. ആ കാപ്പി കുടിക്ക്. ടു ബി ഫ്രാങ്ക്, ഈ ബന്ധത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ സമർത്ഥനായിരിക്കാം. പക്ഷെ പാരമ്പര്യം പോയിട്ട് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത നിങ്ങൾക്ക് കുരിശിങ്ക തറവാട്ടിന്ന് എങ്ങനെ പെണ്ണ് തരും? കുടുംബ മഹിമയും പാരമ്പര്യവും ഒന്നും കണ്ടിട്ടല്ല ആനിയെ ഞാൻ സ്നേഹിച്ചതും ആനി എന്നെ സ്നേഹിച്ചതും. ആയിരിക്കാം. അവക്കൊരു തെറ്റുപറ്റിയാ തിരുത്തി കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാത്രമാണോ നിങ്ങൾക്ക്? രാത്രി മൂക്കറ്റം കുടിക്കാത്ത ഒരൊറ്റ ദിവസമെങ്കിലും കൊണ്ടോടൂ. ആനിമോള് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറന്നേക്ക്. അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീയൊന്നും പറയണ്ട. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞാണ് ശരി. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. പുരാതനവും പ്രശസ്തവുമായ കുരിശിങ്കൽ തറവാട്ടിലെ ആനിയെ കെട്ടാൻ ഈ മഹാനഗരത്തിലെ ഏതോ ഒരു കൊച്ചു ചേരിയിൽ ജനിച്ച് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത അനാഥനായ എനിക്ക് എന്താണ് യോഗ്യത? വിദ്യാഭ്യാസ യോഗ്യത കുടുംബ മഹിമയുള്ളവർക്കേ മാറ്റുകൂട്ടു. ഐ എം സോറി. ഇയാളെങ്ങോട്ടായി രാത്രി പോണേ? ഇനി ഇതുപോലെ ഉറക്കൊളിച്ച് എന്റെ ജീവിതം ഇവിടെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേളാങ്കണ്ണിക്ക് പോവാ, അവിടുന്ന് നാട്ടിലേക്ക്. മതിയായി. താനും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോവാൻ. പൊയ്ക്കോ. ഞാൻ ആരും ഇല്ലാത്തവനല്ലേ, പൊയ്ക്കോ. മോഹങ്ങളൊന്നും ഇല്ലാത്ത എന്നെ ഒരുത്തി വെറുതെ മോഹിപ്പിച്ചു. എന്നിട്ട് കുടുംബ മഹിമയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ ആട്ടി ഇറക്കി വിട്ടു. പടി ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവള് കൂടെ വരുന്നു. അവള് വന്നില്ല. ഇനി താൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. പോടോ, താൻ പൊയ്ക്കോ. പോടോ, പോ. ആ, എന്തിനാ രാജകുമാരി ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ ഇല്ലായ്മകളുടെ ബാക്കി കണക്കെടുക്കാൻ? അത് എന്റെ ഈ അനാഥന്റെ ഇച്ചിരി മനസ്സമാധാനം ബാക്കിയുള്ള നശിപ്പിക്കാനോ? അനാഥൻ, ആ ഒരൊറ്റ വാക്കിൽ തലകുനിച്ചിറങ്ങിപ്പോന്ന റോയിയല്ല ഞാൻ സ്നേഹിച്ചത്. വേണ്ടതിനും വേണ്ടാത്തതിനും ചൂടാവുന്ന തന്റേടിയായ ഡോക്ടർ റോയിയുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിച്ചത്. ആക്ഷേപിച്ചതിലും അപമാനിച്ചതിലും അല്ല റോയ് തല കുനിച്ചത്. നിന്റെ മൗനം അതാണ് എന്നെ തളർത്തിയത്.
നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ വിട്ടിട്ട് എനിക്കപ്പോ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മ റോയിയോടൊപ്പം ജീവിക്കാൻ സന്തോഷത്തോടെ അനുഗ്രഹിച്ചപ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നു. എക്സ്ക്യൂസ് മീ, ഇനി എനിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും എന്നുള്ളതെല്ലാം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ, അല്ല, ഉം, ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ജന്മേ ഉള്ളൂന്നാ. വിശ്വാസം വേറെ, ആഗ്രഹം വേറെ. റോയ്, ഉം, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? ഉം. കാര്യം കേട്ടിട്ട് പറയാം. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ആളല്ലേ? അതെ. ഉം. പിന്നെന്തിനാ എന്നെ? നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്താ അത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നിന്റെ ഈ ഉണ്ട കണ്ണ് കണ്ടിട്ടാണോ, അതോ ഈ പടവലങ്ങ പോലത്തെ മൂക്ക് കണ്ടിട്ടാണോ, അതോ ഈ പഞ്ചാര ചിരി കണ്ടിട്ടാണോ? റോയ്, ഇതൊന്നുമല്ല, ഈ തവളയില്ലേ, തവളയുടെ മുഖം പോലുള്ള ഡോക്ടർ കുരിശിങ്കലിന്റെ നീസായത് കൊണ്ടാണോ? ഒന്നും പറയണ്ട. നീ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലേ.